സ്ഥിതിക്ക് എന്റെ പഴയ നേർച്ച ഞാൻ വീട്ടേണ്ടതുണ്ടോ എന്ന് നബിയോട് ചോദിച്ചപ്പോ നബി പറഞ്ഞു, പോയി എഴുത്തിക്കാഫിരിക്കൂ, നോമ്പും നോറ്റോ. കണ്ടോ, ജാഹിലിയത്തിലാ നേർച്ചയെന്ന് വിചാരിച്ചിട്ട് മുസ്ലിമായപ്പോ അത് ചെയ്യാതിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് കഅബാലയത്തിലെടുക്കൽ അള്ളക്ക് വേണ്ടിയിട്ട് എഴുത്തിക്കാഫിരിക്കാന്നാണ് നേർച്ചയാക്കിയത്. അതുകൊണ്ട് ആ നേർച്ച നീ വീട്ടണം ഉമറേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അതേ അബൂദാവൂദിന്റെ 2474 നമ്പർ ഹദീസിൽ കാണാം. ഇനിയുണ്ട് അവര് ഹജ്ജ് ചെയ്ത രംഗം, തവാഫ് ചെയ്ത രംഗം. അവരുടെ ഒരു ഹജ്ജും അവർക്കൊരു തവാഫൊക്കെ ഉണ്ട് കഅബാലയത്തിലെടുക്കല്. അവർ ചെയ്ത തൽബിയത്ത് ഞാൻ ഓരോന്ന് വായിക്കുന്നില്ല. ആ മുസ്ലിമിന്റെ കിതാബുൽ ഹജ്ജില് 1185 നമ്പർ ഹദീസ് മറിച്ചു നോക്കിയാല് അവിടെ കാണാം മുസ്ലിയാരെ, അവിടെ കാണാം അവർ ചെയ്ത തൽബിയത്ത് കാണാം, അവർ കഅബാലയത്തെ തവാഫ് ചെയ്തതിന് തെളിവും കാണാം. ഇനി ആ അബൂജഹലും പാർട്ടിയോ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതെവിടെ കിട്ടും മൗലവി? സംശയിക്കേണ്ട, മറിച്ചു നോക്കൂ. സൂറത്തുൽ അംഫാൽ, ആ സൂറത്തുൽ അംഫാലിൽ അല്ലാഹ് പറയുന്നു, വഇദ്കാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖു മിൻ ഇൻദിക് ഫഅംദിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവ ഇത്തിനാ ബിഅദാബിൻ അലീം. അതേ ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ഇൻ കാന ഹാദാ ഹുവൽ ഹഖു മിൻ ഇൻദിക്, ഈ മുഹമ്മദ് പറയുന്നത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഫഅംദിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ, ആകാശത്ത് നിന്ന് ഞങ്ങളുടെ മേൽ കല്ല് മഴ വർഷിപ്പിക്കണേ തമ്പുരാനെ, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ ഇറക്കുനാഥ. ആരാ പ്രാർത്ഥിക്കുന്നത്? ആരാ ദുആ ചെയ്യുന്നത്? അബൂജഹലും ടീം. മുഹമ്മദ് നബി പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹ് ഞങ്ങളെ ശിക്ഷിക്കുന്ന പറയുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവെന്നാ വിളിച്ചു പറഞ്ഞത്. സൂറത്ത് അംഫാലിലെ ആയത്ത് കേട്ടോ. ഇതൊന്നും പറഞ്ഞ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലാകാഞ്ഞിട്ടില്ല. ഇതൊക്കെ അംഗീകരിച്ച സമസ്ത പിടിച്ചുവിടേണ്ടി വരും. ഇതൊക്കെ അംഗീകരിച്ചാൽ പിന്നെ അത് പിരിച്ചുവിടേണ്ടി വരും. അതുകൊണ്ട് നിഷ്പക്ഷമതികളായ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ പ്രസംഗം കേൾപ്പിക്കാം, ഒരാളുടെ പ്രഭാഷണം. നമുക്കെല്ലാം സുപരിതനായ ചുഴലി നമുക്കറിയാലോ. ആ ചുഴലി ഈ വിഷയം പറയാം. അദ്ദേഹം മുജാഹിദാ? അല്ലല്ലോ. അദ്ദേഹം മുജാഹിദ് അല്ലല്ലോ. എങ്കിൽ അദ്ദേഹം ഈ വിഷയം പറയട്ടെ. കൃത്യമായി നിങ്ങൾ കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവ്വ ആധിപത്യങ്ങളും അല്ലാഹു തആലാക്ക് മാത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ്, സർവ്വ നായകത്വം മുഹമ്മദ് മുസ്തഫാക്ക് മാത്രം. മാത്രം എന്ന പ്രയോഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഖുറൈശിക്കൂട്ടത്തെ വെറുപ്പിച്ച ഏറ്റവും വലിയ വാക്ക് മാത്രം എന്ന പ്രയോഗമാണ്. അല്ലാഹു ഉണ്ട് എന്ന പ്രയോഗം ഒരിക്കലും ഖുറൈശികൾക്ക് വെറുപ്പുണ്ടാക്കുന്ന വാക്കല്ല. അല്ലാഹു ഉണ്ട് എന്ന പ്രയോഗം ഖുറൈശികൾക്ക് വെറുപ്പുണ്ടാക്കിയിരുന്നില്ല. അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതാണ് ഖുറൈശികൾക്ക് സഹിക്കാൻ പറ്റാതെ പോയത്. അല്ലാഹു ഉണ്ട് എന്ന് പറയാൻ പ്രവാചകന്മാരുടെ ആവശ്യമില്ല. പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിനും അല്ലാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു ജനം. എല്ലാ കാലഘട്ടവും പരിശോധിച്ച് നോക്കി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം പരിശോധിച്ച് നോക്കി. അല്ലാഹു ഉണ്ട് എന്ന് അംഗീകരിച്ച സമൂഹത്തിനാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നൂഹ് നബി. ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തിനും അല്ലാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചൊരു സമൂഹത്തെ, അല്ലാഹ് ഇല്ലാന്ന് പറഞ്ഞിട്ട് സമൂഹം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നബിമാരാരും വന്നിട്ടില്ല. നബിമാരാരും അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്നിട്ടില്ല. നമ്മളങ്ങനെ തെറ്റിദ്ധാരണ വന്നു പോയിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യമല്ല. കാരണം ഖുറൈശികൾക്ക് അള്ളാഹിനെ നന്നായിട്ട് അറിയാം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വിഷയല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പാന്റെ പേരെന്താ? എന്താ പറഞ്ഞോളി. അബ്ദുള്ള എന്നല്ലേ? എന്താ മോൻ വന്നിട്ട് ബാപ്പാക്ക് പേരിട്ടതോ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നിട്ടാണ് ബാപ്പാക്ക് പേരിട്ടത് അബ്ദുള്ള. അബ്ദുള്ള എന്ന അബ്ദുള്ളക്ക് അബ്ദുൽ മുത്തലിബ് പേരിടണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരുന്നതിന് മുമ്പേ അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ പ്രയോഗത്തിലുണ്ടെന്നല്ലേ മനസ്സിലാകുന്നത്. വേറെ കുറിച്ച് ചോദിക്കട്ടെ. അബ്രഹത്തിന്റെ പട്ടാളം കഅബാലയത്തിൽ കരസേവക്ക് വേണ്ടി വന്നു. കഅബാലയം തകർക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തിന്റെ പട്ടാളം വരാൻ പോന്നു. അബ്ദുൽ മുത്തലിബാണെന്ന് മക്കയുടെ കാവൽക്കാരൻ. അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ദുആ ചെയ്തത് ചരിത്രത്തിന്റെ കിതാബിലുണ്ട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, അല്ലേ? അബ്ദുൽ മുത്തലിബ് ആരോടാ ദുആ ചെയ്തത്? ലാത്തയോടോ, ഉസ്സയോടോ, മനാത്തയോടോ? അല്ലാഹുവിനോട്. ഈ വീട്ടിന്റെ പരിപാലകനായ അല്ലാഹുവേ, ഒരു സംഘം ഈ പരിശുദ്ധമായ ഭവനത്തെ തകർക്കാൻ വേണ്ടി വരികയാണ്. നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്റെ മാനം പോവും. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്കാണ്. നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, എന്റെ മാനം പോവും. ഞാനാണ് കഅബാലയത്തിന്റെ ഇന്നത്തെ കാവൽക്കാരൻ. നീ സംരക്ഷിക്കണം പഠിച്ചവനെ, നീ അവന്മാരെ കൈകാര്യം ചെയ്യണം പഠിച്ചവനെ, എന്നെ നാണക്കേടിലാക്കല്ലേ അല്ലാഹ്. എന്തൊരു രസമുള്ള ദുആ.
അബ്ദുൽ മുത്തലിബ് ദുആ ചെയ്തതാ? അന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ സംഭവം കഴിഞ്ഞിട്ട് 51 ദിവസം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇതേപോലത്തെ റബീഉൽ അവ്വൽ ആമിനാവി പ്രസവിക്കുന്നത്. അബ്ദുൽ മുത്തലിബ് അള്ളാഹ് ഇത്ര വ്യക്തമായിട്ട് കിട്ടിയത് എവിടുന്നാ? നമ്മൾ പറയുന്നത് നബിതങ്ങൾ വന്നത് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പിന്നെ അബ്ദുൽ മുത്തലിബ് അള്ളാഹിനെ കിട്ടിയത് എങ്ങനെയാ? വേറെയും കഥ പറഞ്ഞിറങ്ങിയ ഖുറൈശികൾ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട്. 1000-ഓളം പേരെയും കൂട്ടിയിട്ട് ബദറിലേക്ക് പോവുകയാണ് അബൂജഹല്. മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം ഉള്ളത് 313 പേരാണ്. കഅബാലയത്തിന്റെ അടുക്കലേക്ക് പോയി 1000 പേരെയും കൂട്ടിയിട്ട് അബൂജഹല്. എന്നിട്ട് അബൂജഹല് ദുആ ചെയ്തു. അല്ലേ? അബൂജഹൽ ദുആ ചെയ്തില്ലേ? ആരോടാ? ലാത്തയോടോ? ഉസ്സയോടോ? മനാത്തയോടോ? അല്ലാഹുവോട്. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, ഇറയോനെ, മൊയ്ൻകുട്ടി വേദിയുടെ ഭാഷയിൽ, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായനെ, അല്ലേ? ഈ വീട്ടിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. സത്യം മിഥ്യൊക്കെ നിനക്കറിയാം, എനിക്കറിയില്ല. സത്യത്തെ നീ വിജയിപ്പിച്ചേക്കണം, മിഥ്യ നീ പരാജയപ്പെടുത്തിയേക്കണം. ആര് ദുആ ചെയ്തതാ? അബൂജഹൽ ദുആ ചെയ്തത് അല്ലാഹുവോട്. തൊട്ടപ്പുറത്തുനിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. ആരോട്? പിന്നെ എന്തിനാ ഇവർ തമ്മിൽ തർക്കം? തർക്കം? അബൂജഹലും ദുആ ചെയ്യുന്ന അള്ളാഹിനോട്, മുഹമ്മദ് മുസ്തഫ തങ്ങളും ദുആ ചെയ്യുന്ന അള്ളാഹിനോട്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹാദാ ഖൗമുൻ ജിയാഉൻ ഫഅശ്ബിഉഹും വഹും ഉറാത്തുൻ ഫഅൽബിസുഹും വഹും ഹുഫാത്തുൻ ഫൻഅൽഹും. ഏ അല്ലാഹ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കൂട്ടം സാധുക്കളാണ് എന്റെ ഒന്നിച്ചുള്ളത്. നീ അവർക്ക് വസ്ത്രം ധരിപ്പിക്കണം. ഏ അല്ലാഹ്, കാലിൽ ചെരുപ്പ് വാങ്ങി ധരിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ് എന്റെ ഒന്നിച്ചുള്ളത്. നീ അവർക്ക് ചെരുപ്പ് ധരിപ്പിക്കണേ അല്ലാഹ്. ഏ അല്ലാഹ്, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത സാധുക്കളാണ് എന്റെ ഒന്നിച്ചുള്ളത്. അവർക്ക് വയറ് നിറച്ചും തിന്നാൻ നീ കൊടുക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖായ മുത്ത് ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധമായ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്ന ആ കൊച്ചു സംഘത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. തൊട്ടിപ്പുറത്ത് നിന്നിട്ട് ആ കൊച്ചു സംഘത്തെ നശിപ്പിക്കാനുള്ള ആർത്തിയിൽ വന്ന അബൂജഹലും അള്ളാഹിനോട് ദുആ ചെയ്തു. രണ്ടു കൂട്ടരും അള്ളാഹിനോടാണ് ദുആ ചെയ്തത്. ഇവിടെ രണ്ടു കൂട്ടരും തർക്കം പിന്നെ ഏത് കാര്യത്തിലാണ്? നിങ്ങൾ പറ. പിന്നെ ബദറുണ്ടായത്, പിന്നെ മുഹദുണ്ടായത്, പിന്നെ ബദറും ഇതൊക്കെ ഉണ്ടായത്. അങ്ങ് കോംപ്രമൈസ് ആയ പോരെ? കോംപ്രമൈസ് ആകാലോ. കോംപ്രമൈസ് ആണല്ലോ ലോകത്തിന്റെ മുഖമുദ്ര, അല്ലേ? എല്ലാം കോംപ്രമൈസ്. നമ്മളെല്ലാം ഒന്ന്, നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് തിന്നാം, ഒന്നിച്ചുറങ്ങാം, ഒന്നിച്ച് കക്കൂസിന് പോവാം. കോംപ്രമൈസ് ആകുന്ന പ്രശ്നമില്ല. ആദർശത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു സന്ധി സംഭാഷണവും ഇല്ല, ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല ആദർശത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് മുസൽമാൻ ലോകത്ത് ഒരിടത്തും തയ്യാറല്ല. അള്ളാഹുവിന്റെ മാത്രം ആധിപത്യം. അള്ളാഹു അല്ലാത്ത ശക്തികൾക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ഒരു ആധിപത്യത്തിനും പാത്രമാരാക്കുന്ന പ്രശ്നമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. എന്റെ പൊന്നു മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അബൂജഹലും അഷ്റഫുൽ ഖൽക്കും തർക്കം ഏത് കാര്യത്തിലാണ്? അഷ്റഫുൽ ഖൽക്കായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ഏതൊരു അള്ളാഹുവിനോട് വിളിച്ച് ദുആ ചെയ്യുന്നു ആ അള്ളാഹു മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ അവകാശം. അബൂജഹലിന്റെ വാദം അള്ളാഹു ഉണ്ട്, ഒപ്പം മറ്റുവരെയുണ്ട്. ഇവിടെയാണ് തർക്കം. അബൂജഹലിന്റെ ഭാഷയിൽ അള്ളാഹു ഉണ്ട്, ഒപ്പം മറ്റു പലരുമുണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഭാഷയിൽ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം ആരുമില്ല. ഈ ആരുമില്ല എന്നത് ഖുറൈശികൾക്ക് താങ്ങാൻ പറ്റിയില്ല. അള്ളാഹു മാത്രം എന്ന പ്രയോഗം താങ്ങാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഖുറൈശികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായേനെ. അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, അത് ഖുറൈശികൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനോടൊപ്പം മറ്റു പലരുമുണ്ട്. വേറൊരു കൂട്ടുകാർ അള്ളാഹു ഉണ്ട്, അള്ളാഹു മാത്രമേ ഉള്ളൂ. രണ്ടും അംഗീകരിക്കാവുന്നേ ഉള്ളൂ. ഒരു പാർട്ടി അബൂജഹലിന്റെ പാർട്ടി, മറ്റേ പാർട്ടി മുഹമ്മദ് മുസ്തഫാന്റെ പാർട്ടി. തീർന്നില്ല കഥ. കൂടുതൽ ചർച്ച എന്തിനാ? കൂടുതൽ സംവാദം എന്തിനാ? ആണോ? സംഗതി തീർന്നല്ലോ, ഒറ്റവാക്കി തീർന്നു. ഒരു കുട്ടി അള്ളാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറെ കൂട്ടർ അള്ളാഹു ഉണ്ട്, ഒപ്പം നിന്നാളും ഉണ്ട്. അപ്പൊ ചരിത്രത്തിലേക്ക് മടങ്ങാം, ഇന്നലകളിലേക്ക് മടങ്ങാം. അള്ളാഹു മാത്രം, അത് മുഹമ്മദ് മുസ്തഫാന്റെ വാദം. അള്ളാഹു ഉണ്ട്, ഒപ്പം ചിലരുണ്ട്, അത് അബൂജഹലിന്റെ വാദം. അബൂജഹലിന്റെ വാദം വിടാം, മുഹമ്മദ് മുസ്തഫാന്റെ വാദം സ്വീകരിക്കാം. തീർന്നല്ല പ്രശ്നം.
തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? ഇതാ പറഞ്ഞത്. ഒന്ന് അള്ളാഹു മാത്രം, മറ്റേ അള്ള മാത്രമല്ല വേറെ ചിലരുണ്ട്. അത് അബൂജഹലിന്റെ പാർട്ടി, മറ്റേത് മുഹമ്മദ് മുസ്തഫാന്റെ പാർട്ടി. ഇനി ഇതിലും വ്യക്തമായി എങ്ങനെ മുസ്ലിയാരെ പറഞ്ഞു തരേണ്ടത്, എങ്ങനെ ഇത് പറഞ്ഞു തരേണ്ടത്? എന്നിട്ട് മുസ്ലിയാർ ഇവിടെ ഒന്ന് ക്ലിപ്പിട്ട് പ്രസംഗിക്കാടേ. വലിയ പ്രസംഗമാണ്. എല്ലായിടത്തും ഈ അവിടെ ഇവിടെ കാണുന്നത് പ്രസംഗിക്കേണ്ട സാധനം എല്ലായിടത്തും പ്രസംഗിക്കേണ്ട. ഇന്ന് അബൂജഹൽ മുഅ്മിനാണെന്ന്. മുസ്ലിയാരെ, അള്ളാഹുവിൽ വിശ്വസിച്ചു അബൂജഹൽ എന്ന് പറയുമ്പോൾ തന്നെ അബൂജഹൽ മുഅ്മിനാണെന്ന് വരുമോ? ഖുറൈശികൾ മുഅ്മിനീങ്ങളായിരുന്നു എന്ന് വരുമോ എല്ലാവരും? എന്ത് കഷ്ടാണ്. എന്നിട്ട് അതിനെ തക്ബീർ വിളിച്ചു കൊടുക്കാനും അത് പാസ്സാക്കാനും കുറെ കൗമ്. ഇത് പറഞ്ഞാലോ കണ്ടോ മുശ്രിക്കാക്കി. ചുഴലി ഇപ്പൊ എല്ലാരും മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുഴലി മുശ്രിക്കാക്കി, എല്ലാരും മുശ്രിക്കാൻ